പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തോടെയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇവരുടെ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ും
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. പുകഴ്ത്തുന്നു. എന്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 7, 6 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ 2 വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. നോഹയുടെ ജീവിതത്തിൻ്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിൻ്റെ ജാലകങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്നു തന്നെ നോഹയും ഭാര്യയും അവൻ്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഈ 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്തു കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിലടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിനു മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിൻ കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം
മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു. സർവജ്ഞനായ ഭരണകർത്താവൻ തന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് ദൂതം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 7 14 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണം. മിശിഹ അനുഗ്രഹിക്കട്ടെ. പാപത്തിൻ്റെ സ്വാധീനം. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നുവെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ തിന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാവട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 20-17 മുതലുള്ള തിരുവചനങ്ങൾ. യേശു തൻ്റെ 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് അരുളി ചെയ്തു, ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. എന്നാൽ 3-ാം ദിവസം അവൻ ഉയർപ്പിക്കപ്പെടും.
അപ്പോൾ സെബെദീപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരുടെ കൂടെ വന്ന് അവൻ്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവൾ പറഞ്ഞു, നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അവൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അതെൻ്റെ പിതാവ് ആർക്കു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം. ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സുജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനത്തെക്കുറിച്ചിട്ടുള്ള 3ാമത്തെ പ്രവചനത്തിൻ്റെ സുവിശേഷ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അതോടൊപ്പം തന്നെയാണ് സെബെദീപുത്രന്മാരുടെ ഒരു അഭ്യർത്ഥന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 20ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചത്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ കാര്യമാണ് ഈശോ പറയുക. അതായത് സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശ്യമെന്ന് പറഞ്ഞുകൊണ്ട് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സുപരിചിതമായ കാര്യമാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നിടത്താണ് സെബെദീപുത്രന്മാരുടെ അഭ്യർത്ഥന. എന്താണ്? സ്വർഗരാജ്യത്തിൽ നിന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഒരമ്മ വന്ന് ഈശോയോട് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മാത്രമാണ് ഈ സെബെദീപുത്രന്മാരുടെ അഭ്യർത്ഥന നമ്മൾ കാണുന്നുള്ളൂ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഈ പീഡാനുഭവോത്ഥാനവും 3ാമത്തെ പ്രവചനം അത് പറയുന്നില്ല. മറിച്ച് സെബെദീപുത്രന്മാരുടെ അഭ്യർത്ഥനയാണ് അവതരിപ്പിക്കുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സെബെദീപുത്രന്മാർ ഈ കാര്യം ചോദിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ അമ്മയാണ് ചോദിക്കുന്നത്. അതായത് മക്കൾക്ക് വേണ്ടി അമ്മ ചോദിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അമ്മ അവിടെ ചിത്രത്തിലേയില്ല. അവിടെ സെബെദീപുത്രന്മാരാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അന്ന് ഒന്നും തന്നെ ശിഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ശിഷ്യന്മാരിങ്ങനെ ഞാൻ എൻ്റെ അപ്പുറത്തിരിക്കാനുള്ള സ്ഥലം ഒരു കസേര ഇട്ടിട്ട് എനിക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നതിൽ അതിൻ്റെ എത്രത്തോളം മണ്ടത്തരമുണ്ടെന്നുള്ളത് അവർക്ക് പോലും അറിയില്ലായിരുന്നു. പിന്നീട് അവർക്കത് മനസ്സിലായി. ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്ത്? ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ശിഷ്യന്മാർ പറയും, ഞങ്ങൾക്ക് കഴിയും. എന്തറിഞ്ഞിട്ടാണ് ഇവരിത് പറയുന്നത്? എന്താണ് പാനപാത്രം? കർത്താവ് എന്താണ് ഉദ്ദേശിച്ചത്? കർത്താവിൻ്റെ ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്നും ഇവർക്കറിയില്ല. ഇവർ വിചാരിച്ചു, ഓക്കെ, വീഞ്ഞിൻ്റെ പാനപാത്രമാണല്ലോ, അതിപ്പോൾ എന്തോരം വേണമെങ്കിലും ഞാൻ കുടിക്കാം, ഒരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള പാനപാത്രം വീഞ്ഞ് അത് അവർക്കൊരു തടസ്സമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ കർത്താവ് അതിലൂടെ മറ്റൊരു കാര്യമാണ് പറയുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അപ്പോൾ ഈ പാനപാത്രം എന്നതുകൊണ്ട്
ഈശോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ടറിയാം. കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. അപ്പോൾ സെബദിപുത്രന്മാരുടെ ചോദ്യവും സെബദിപുത്രന്മാരുടെ ആഗ്രഹവും അതിന് തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ഒരമ്മയ്ക്കാണെങ്കിലും ഒരു സഹോദരന്മാരെ സംബന്ധിച്ചാണെങ്കിലും നല്ല ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നത് ആർക്കാണ് തടസ്സം നിൽക്കാൻ സാധിക്കുക? ഉദാഹരണത്തിന് മക്കൾ വളർന്ന് ഒരു കാലഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കൂടുതലും അമ്മമാരാണ് മക്കൾക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് പലപ്പോഴും പോകാറുള്ളത്. അമ്മമാരാണ് പലപ്പോഴും സംസാരിക്കുക. അപ്പനേക്കാൾ കൂടുതലായിട്ട് മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എപ്പോഴും അമ്മമാരായിരിക്കും. അത് അന്നും ഇന്നും എന്നും അങ്ങനെയൊക്കെ തന്നെ. ഒരുപക്ഷെ ഈ പറയുന്ന അമ്മയ്ക്കിട്ട് നല്ല ചവിട്ടും കുത്ത് കിട്ടിയാൽ പോലും അമ്മയ്ക്ക് ഈ മക്കളെ കൈവിടാൻ സാധിക്കില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ മക്കളെ കയ്യിൽ നിന്ന് നല്ലോണം തല്ലു വാങ്ങിക്കുന്ന അമ്മമാരുണ്ട്. കെട്ടിയവന്മാർ തല്ലുന്നത് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. കെട്ടിയവന്മാർ ഇപ്പോൾ കുടിച്ചു കയറി വന്നു, തല്ല് കിട്ടി, അത് സഹിച്ചു, അത് കുറേ കഴിയുമ്പോൾ അത് ശരിയാവും, കെട്ടിയവനുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇന്ന് ആ മക്കളൊക്കെ മാതാപിതാക്കളൊക്കെ തല്ലി തുടങ്ങി. അത് വല്ല ലഹരിയുടെ മാത്രം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. ആ ഒരു പഴയ ആ ഒരു ബഹുമാനവും ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് ഒരുപാട് മാറി. ഭയങ്കരമായിട്ട് തറുതലിക്കുകയാണ്, ഭയങ്കര ആക്രോശമാണ്. ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ പ്രത്യേകിച്ച് ആ മക്കൾ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. പണ്ടൊക്കെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അങ്ങോട്ട് പോവുമായിരുന്നുള്ളൂ. പക്ഷേ ഇന്നൊന്നും അങ്ങനെയല്ല. ഇന്നൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. നമുക്ക് ചുറ്റും നമ്മൾ കേൾക്കുന്നതൊക്കെ മുഴുവൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ മക്കളൊക്കെ ഒരു രീതിയിൽ അങ്ങനെ വഴി മാറി പോകുന്നത്. ഞാനിതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞെന്ന് മാത്രം. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ പോലും ഒരമ്മയ്ക്ക് ആൺമക്കളെക്കുറിച്ച് എന്താ പറയുക, ഒരു സ്വപ്നമുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട്. അത് അവർക്ക് അങ്ങനെയാണ്. ഇതേപോലെ തന്നെയാണ് സബദിപുത്രന്മാർക്ക് വേണ്ടി അമ്മ പറയുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ സഹിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ്. ഞാൻ ഏറ്റെടുക്കുന്ന കുരിശ് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? അവർ അറിഞ്ഞോ അറിയാതെയോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയുമെന്ന്. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് ചേർക്കാൻ പാരൻസ് കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് കുട്ടിയോട് ചോദിക്കും, നീ നന്നായിട്ട് പഠിക്കില്ലേ? ഉപച്ചോ പഠിക്കാം. അത് തലയാട്ടും. ആ തലയാട്ടുന്നത് എന്താണ് വരാൻ പോകുന്ന ക്ലാസ്സുകളെന്നോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ബുദ്ധിമുട്ട് മാത്സ് എങ്ങനെയാണെന്നോ ഇംഗ്ലീഷ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഫിസിക്സ് എങ്ങനെയാണെന്നോ ഒന്നും ആലോചിച്ചിട്ടല്ല. കീറാമുട്ടി വിഷയങ്ങളാണ്. പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാർ നല്ല ഊശിലുള്ള ടീച്ചർമാരും മാഷന്മാരൊക്കെ നല്ല പൂജ കിട്ടും എന്നൊക്കെ ചിന്തിച്ചിട്ടൊന്നുമല്ല. പഠിക്കില്ലേ? പഠിക്കും. ആ തലയാട്ടിലും ചോദ്യവും ഒരേപോലെ കഴിഞ്ഞു. പക്ഷേ അത് സ്വീകരിക്കാൻ പോകുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് അറിയില്ല. അറിയാതെ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ പിന്നീട് അവർക്കത് മനസ്സിലാകും. പിന്നീട് മനസ്സിലാകുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കുട്ടികൾ വിജയിക്കും. അവർ ജീവിതത്തിൽ വിജയിക്കും. അല്ലാത്തവരോ താഴേക്ക് പോകും. അവർ ഉഴപ്പന്മാരാവും, അവർ ഫെയിലാവും. സ്നേഹമുള്ളവരെ, ഈ 12 സ്ലീഹന്മാരോട് മാത്രം കർത്താവ് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ 12 സ്ലീഹന്മാർക്ക് ആദ്യം മനസ്സിലായത് എന്താണെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ, കർത്താവിൻ്റെ മരണശേഷം അവർ ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി എന്താണ് ഈ പാനപാത്രം എന്നുള്ളത്. 12 സ്ലീഹന്മാരും അവരുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ടാണ് ജീവിച്ചു തീർത്തത്. ഒരു തിരിച്ചറിവുണ്ടായപ്പോൾ അവർ സഹനം ഏറ്റെടുക്കാൻ തയ്യാറായി. സ്നേഹമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ്. ഒരു ദാമ്പത്യമാകട്ടെ, ഒരു കുടുംബമാകട്ടെ, ഏതൊരു ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാകട്ടെ, ആ ഉത്തരവാദിത്തങ്ങളെ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസ്വസ്ഥതകളും വേദനകളും സഹനങ്ങളും അതും കൂടി നിറമനസ്സോടുകൂടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഏത് പാനപാത്രമാണെങ്കിലും കുടിക്കാൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സുവിശേഷം നമ്മൾക്ക് പറഞ്ഞു തരുന്ന പോലെ ഈ നോമ്പ് കാലഘട്ടത്തിൽ
ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ച് ഏത് ജീവിതാന്തസ്സിലാണെങ്കിലും ആ ജീവിതാന്തസ് നിറകൈയോടുകൂടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്തോഷങ്ങളും സന്താപങ്ങളും ഒരുപോലെ നിറകൈയോടെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അത് ഉൾക്കൊള്ളാനുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തൊരു കാര്യം, ഈ സെബദി പുത്രന്മാര് ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി എന്നാ നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ സഹോദരന്മാർക്ക് അമർഷം തോന്നി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും പല അസ്വസ്ഥതകളും കുടുംബജീവിതത്തിലും അതുപോലെ സഹോദരങ്ങൾ തമ്മിലും അയൽപ്പക്കങ്ങൾ തമ്മിലും അതുപോലെ കൂട്ടുകാർ തമ്മിലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മൂല കാരണം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് നിസ്സാരങ്ങളാണ്. പലപ്പോഴും അത് അത്ര വലിയ പ്രശ്നമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ നമ്മുടെ വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ ഒരു അഹന്ത അതിലുള്ളത് കൊണ്ടും നമ്മുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ അതിലുള്ളത് കൊണ്ടുമാണ് അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ 12 സ്ലീഹന്മാർക്ക് അതിലെ 10 പേർക്ക് ഈ 2 പേരോട് അമർഷം തോന്നി. ഈ സഹോദരന്മാരോട്, യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ് അമർഷം തോന്നിയത്? ഈ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ അവർ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനം, ആ സ്ഥാനം അവർക്ക് കിട്ടാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് പിന്നീട് കിട്ടിയെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഒരിക്കൽ ഒരു കാർന്നോര് ഒരു പെട്ടി സൂക്ഷിച്ചു വെച്ചു. അത് മരണത്തിന് ശേഷമാണ്. വിൽപത്രം എഴുതിയപ്പോൾ വിൽപത്രത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഇന്ന സ്ഥലത്ത് ഇന്ന ബാങ്കിൽ ലോക്കറിൽ ഇങ്ങനെ ഒരു പെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ പെട്ടിയിൽ നിങ്ങൾക്കുള്ള വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ വിചാരിച്ചു ഭയങ്കര എന്തോ സംഭവമാണ്. മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് ബാങ്കിലേക്ക് ചെന്നു. അപ്പോൾ എല്ലാ മക്കളുകളും ഈ നിധി തുറക്കാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സാധനമായിട്ട് എല്ലാവരും പറഞ്ഞത്, അതുവരെ ഒരുമിച്ച് കൂടാത്തവരെല്ലാവരും കൂടി ബാങ്കിലെത്തിയിട്ടുണ്ട്. കാരണം ഇത് എല്ലാവരും ചെന്നാലേ കിട്ടുള്ളൂ. ഒരാൾ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒപ്പിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ എല്ലാവരും ചെന്നു. അപ്പോൾ അവിടെ തല്ലൂട്ടുമില്ല, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അപ്പൻ്റെ മുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അവിടെ ചെന്നു, ലോക്കർ സൈൻ ചെയ്തു. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ പോയി തുറന്നു, ഈ സാധനം കൊണ്ടുവന്നു. അങ്ങനെ തന്നെ ഒരു പെട്ടി, ഒരു മരത്തിൻ്റെ ബോക്സാണ്. ആ ബോക്സ് കൊടുത്തു. അപ്പോൾ ഈ ലോക്കറിൽ തന്നെ അതിൻ്റെ താക്കോലുണ്ട്. അപ്പോൾ ആ താക്കോലുണ്ട്. പെട്ടി തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു കവറാണ്, ഒരു ലെറ്റർ. ആ ലെറ്റർ തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നതാണ്, അപ്പൻ എഴുതിയിരിക്കുകയാണ്, മക്കളെ, എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ എൻ്റെ മക്കളാണ്. ഞാനുണ്ടാക്കിയ പേരും പ്രശസ്തിയും നമ്മുടെ തറവാടിത്തവും അതെന്നും നിങ്ങളിലൂടെ എന്നും അത് ശോഭിക്കണം. എൻ്റെ ആഗ്രഹം നിങ്ങൾ നിറവേറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന മക്കൾക്ക് എന്തായിരിക്കും അവിടെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒരു അപ്പൻ ഒരു കുടുംബത്തെ 5-6 മക്കളും ഉണ്ടായി, സ്ഥലമുണ്ടായി, ഒരുപാട് അധ്വാനിച്ചു, നല്ലൊരു പേരും പ്രശസ്തിയും ആ നാട്ടിലുണ്ടാക്കി. അത് കഴിഞ്ഞ് ആ മനുഷ്യൻ പോകുമ്പോൾ ആ മനുഷ്യൻ്റെ സ്വപ്നം എന്താണ്? ആ അപ്പൻ്റെ അമ്മയുടെയും സ്വപ്നം എന്താണ്? ഞാനുണ്ടാക്കിയത് മക്കൾ അനുഭവിക്കണം. പക്ഷേ അത് എങ്ങനെ അനുഭവിക്കണം? ഇനി അതുമാത്രമല്ല, മക്കളിലൂടെ ഈ കുടുംബം, ഈ കുടുംബത്തിൻ്റെ തറവാടിത്തം, ആ തറവാടിത്തത്തിൻ്റെ മഹനീയത, അതിന് കോട്ടം വരരുത്. ആ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. അത് മക്കൾക്ക് വേണ്ടി പകർന്നു കൊടുക്കുകയാണ്. സത്യത്തിൽ ഇതിലല്പം അതിശയോക്തി ഉണ്ടെന്ന് തോന്നാം. പക്ഷെ ചില അപ്പന്മാർ ഇതുപോലെ അഗ്രഗണ്യന്മാരുണ്ട്. കാരണം ഈ മക്കളുടെ സ്വഭാവം അപ്പനറിയാലോ. കാരണം ജീവിച്ചു തുടങ്ങുകയാണ്, അവർക്കറിയാം. ഈ മക്കളുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ.
ഞാനിപ്പോഴും ഓർക്കണു, നമ്മുടെ രൂപതയിലുള്ള ഒരു അച്ഛനാണ്. ആ അച്ഛൻ പുറത്താണ് സേവനം ചെയ്യുന്നത്. ആ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു അമ്മച്ചിയുടെ അടുത്ത് സ്ഥിരം പോകുമാറാണ്. അപ്പോൾ കുർബാനയ്ക്ക് കൊടുക്കും. വളരെ പ്രായമായി. അപ്പോൾ നിങ്ങൾക്കറിയാം, പുറത്തൊക്കെ ഈ പറഞ്ഞ പോലെ മക്കളുകളൊന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല, അപ്പനമ്മേനൊന്നും. അവിടെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. ഇവിടെയും അങ്ങനെയൊക്കെ ആയി തുടങ്ങി. കാരണം വെസ്റ്റേൺ കൾച്ചറൊക്കെ ഇവിടെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കില്ല. അപ്പോൾ നോക്കാതെ വരുമ്പോൾ വേറെ പലരെയൊക്കെ അവിടെ ആക്കും. പിന്നെ പ്രത്യേക ഒരു കെയറൊന്നും ആരൊന്നും കൊടുക്കാറൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ്? ഗവൺമെൻറ് നോക്കുന്നുണ്ടല്ലോ, പിന്നെ മക്കളെ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ബിഷപ്സ് ഹൗസിലേക്ക് ഒരു വിളി, അല്ല ഇങ്ങനെ ഒരു അച്ഛനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ഈ അച്ഛനാണ് ഈ അമ്മച്ചിയുടെ ഫ്യൂണറൽ നടത്തേണ്ടത്. ആദ്യം ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അവസാനം വിസയൊക്കെ റെഡിയാക്കി വേഗം തന്നെ ഈ അച്ഛൻ എമർജൻസി വിസയിൽ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വിൽപത്രം, അവിടെ ഈ പ്രത്യേകതയുണ്ട് ഈ ലാറ്റിൻസിനെ സംബന്ധിച്ച്. ഇപ്പം നമ്മുടെ സീറോ മലബാറിസിനെ സംബന്ധിച്ച് വിൽപത്രം അത്ര പ്രാധാന്യം നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല. ഇവിടെ എത്ര പേര് വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ലാറ്റിൻ കൾച്ചറിൽ അവരെല്ലാവരും തന്നെ വിൽപത്രം വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കും. അത് ആണായാലും പെണ്ണായാലും വിൽപത്രം എഴുതി വയ്ക്കും. ആ വിൽപത്രം മരണത്തിന് ശേഷം ഭയങ്കര വാല്യൂ ഉള്ള സാധനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ അമ്മച്ചിയുടെ വിൽപത്രത്തിൽ ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അച്ഛൻ പോയി അവിടെ അത് നടത്തി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ വരെ കുറച്ച് ദിവസം അവിടെ നിന്നു. അതിൻ്റെ ഇടയിൽ ഇനി മറ്റൊരു കാര്യമുണ്ട്, എല്ലാവർക്കും വക്കീലുണ്ടാവും, എല്ലാവർക്കും അഡ്വക്കേറ്റ് ഉണ്ടാവും. ആ അഡ്വക്കേറ്റാണ് അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. അഡ്വക്കേറ്റിൻ്റെ കയ്യിലാണ് ഈ കാർന്നോര് അല്ലെങ്കിൽ കാർന്നോത്തി എല്ലാം ഏൽപ്പിക്കുക. അതൊരു ലാറ്റിൻ ഒരു രീതിയാണ്. അഡ്വക്കേറ്റ് അച്ഛനെ വിളിച്ചു, അച്ഛൻ ഒന്ന് വരണം. വന്നു കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം മനസ്സിലാവണത്. പുള്ളിയുടെ സ്വത്ത് മുഴുവൻ അച്ഛൻ്റെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതറിഞ്ഞ് മക്കളാകെ പ്രശ്നമായി. എന്ത് ചെയ്യാൻ പറ്റും? കാരണം എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അഡ്വക്കേറ്റ് പറഞ്ഞു, അച്ഛന് തീരുമാനിക്കാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ അച്ഛനത് തിരിച്ചെഴുതി കൊടുത്തു. ഒരു ഷെയർ മാത്രമാണ് അതിൻ്റെ ഒരു പങ്കരിക്കുകയാണ്. നമ്മുടെ ഈ 3 വീടിക്ക് അടുത്തുള്ള അനാഥരെ നോക്കുന്ന സ്ഥലമുണ്ട് നമ്മുടെ രൂപതയ്ക്കയിൽ. അതിലേക്കാണ് ഒരു ഷെയർ കൊടുത്തത്. ഒരു ഷെയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടാവും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ പലപ്പോഴും നമ്മൾ ആരുമല്ലാതായിത്തീരും. ഒരു അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിലൂടെ നമ്മൾ മക്കൾ ഒരുമിച്ച് മുന്നോട്ട് പോയി ഒരു കാലഘട്ടത്തിൽ വളർന്നു വലുതായി ഒരു പ്രത്യേകമായ ജീവിതാവസ്ഥകളിലേക്ക് നമ്മൾ തിരിയുന്നു. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ചില കാഴ്ചപ്പാടുകളും ചില മൂല്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ഞാൻ പറയാൻ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങൾക്ക് വിലയില്ല, ബന്ധങ്ങൾക്ക് വിലയില്ലാതായി തീരുകയാണ്. അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും അയൽപ്പക്കങ്ങളും ബന്ധങ്ങൾക്ക് വിലയില്ലാതായി തീരുക. അതുകൊണ്ടാണ് ബന്ധങ്ങൾക്ക് വിലയില്ലാതായി തീരുമ്പോൾ ഇന്ന് അക്രമങ്ങൾ ഉണ്ടാവുന്നത്. മക്കളും അപ്പനെ അമ്മയെയൊക്കെ ദ്രോഹിക്കുന്നത് നമ്മുടെ ചുറ്റുപാട് കാണുന്ന കാര്യങ്ങൾ അതാണ്. ആരെയും കൂസാത്ത മനോഭാവത്തിലേക്ക് വളരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നുമില്ലെങ്കിലും സഹോദര സ്നേഹവും സമാധാനവും സന്തോഷവും അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധവും അതിൽ വളർന്നു വരാനുള്ള ഒരു വലിയ സ്നേഹം, വലിയ തീരുമാനം, വലിയ ഒരു അനുഭവം അത് നമുക്കുണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. കുറച്ച് ഒരു സമയം കൂടുതലെടുത്തുവെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറഞ്ഞത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സബദിപുത്രന്മാർ അത് ശിഷ്യന്മാരാണെങ്കിൽ പോലും അതൊരു പാഠമാണ് നമുക്ക്. പക്ഷെ അവർ പിന്നീട് അവർക്ക് തിരുത്തി. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോൾ അവർക്കത് മനസ്സിലായി എന്താണ് പാനപാത്രം എന്നുള്ളത്. പിന്നെ അവർ ഒന്നായിരുന്നു, ഒറ്റക്കെട്ടായിരുന്നു, ഒരുമിച്ച് ഈശോയ്ക്ക് വേണ്ടി നിലകൊണ്ടവരായിരുന്നു. അതുകൊണ്ട് നമുക്കും സമയമുണ്ട്, നമുക്കും മാറാൻ സമയമുണ്ട്, നമുക്കും തിരുത്താൻ സമയമുണ്ട്. അപ്പോൾ കർത്താവ് ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ പറയുന്നതും അത് തന്നെയാണ്. ഒരു നവീകരണത്തിലേക്ക് കടന്നു വരാൻ, ഒരു ജീവിതത്തിൻ്റെ നല്ല കാഴ്ചപ്പാടിലേക്ക് കടന്നു വരാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന്
കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് യാചിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും 40 രാവും 40 പകലും തപസ്സനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവെ, തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും അരൂപിയാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ മിശിഹായെ, ഞങ്ങളുടെ മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്നേഹത്തിന്റെ ബലിവസ്തുവായ മിശിഹായെ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിന്നോടുകൂടെ ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സാത്താനെ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോധൈര്യവും നൽകിയ മിശിഹായെ, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദിമിശിഹായി, ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധികളത്തിനായി യജ്ഞിക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥന ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തി ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തൻ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുനീടഭൂമിതാ പാവനബലിപീഠേ സ്നേഹഭയങ്ങളുടനയുഗനാം അഖിലരുമൊന്നായി സന്നിധിയിൽ ഭാരതനിരയുടെ ചേരീരം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ അമറിയത്തിന്റെയും നീതിമാനായ മറിയ പിതാവിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയമരിച്ച നീതിമാന്മാരുടെയും മകടും ചൂട് രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും പരിതാപവും വഴി നിശ്ചയം അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകപിതാവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ
കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൾ തെറിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമാമുദീസയും ശരീരത്തിന്റെ ഉയർപ്പും നിത്യാസനങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. ഒരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിന് പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊളിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകമുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദൈവരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവേൻ. ഭയഭീതിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നീന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ഓടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പാക്കും മറാഫിൽ തട്ടിൽ ശ്രേഷ്ഠ മിത്രാപൊലീതാക്കും മറാൻഡ്രോസ് മിത്രാപൊലീതാക്കും മാർ പോളിമിത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതം അൽമായ പരിശുദ്ധ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്ത്ര വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രിയിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ സുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും വിവിധ പരീക്ഷകൾക്കായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ 50 നോമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ കീടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഉദവിധവനോട് ചെയ്തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുത്യവും പരിശുദ്ധവും ജീവനായകവും ദൈവികവും
അമൂല്യവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, മൃത്യുതാ പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശ്വരൻ ശിഷ്യരെ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചും സൗഹൃദങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതാളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദേശത്ത് നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരമുള്ളവരും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗത്തിലെ വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ
അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശദീകരിക്കപ്പെട്ട ദിവ്യരഹസ്യങ്ങളാൽ നവജീവനം പ്രാപിക്കുവാൻ പാപികളും ബലഹീനരുമായി ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. പാപികളെ വിളിക്കുന്നവനും മനതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായി, നിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരുടെ കൂടെ സ്വർഗീയ യെരൂശലേമിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാൻ വന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായെ നാം സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. വചനത്തിൻ്റെ പാതയിൽ ചരിക്കാൻ നമുക്ക് ആവശ്യമായ പ്രകാശം അവിടുന്ന് നൽകട്ടെ. തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് വിശുദ്ധീകൃതരായ നമ്മെ ദൈവരാജ്യത്തിലെ നിത്യവിരുന്നിൽ അവിടുന്ന് പങ്കാരാകട്ടെ. നമ്മുടെയും ലോകം മുഴുവൻ്റെയും തിരുസഭയുടെയും അവരുടെ സന്താനങ്ങളുടെയും മേൽ കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഇവിടെ ബലിയർപ്പിക്കുവാൻ ഞാൻ